ഹേ മൈ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു. രാവിലെ തന്നെ കുട്ടികൾ കണി കാണിക്കാനായിട്ട് ഒരു കുഞ്ഞി കൃഷ്ണനും വിളക്കും താലത്തിൽ കുറേ സാധനമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലവും ഇങ്ങനെയാണ് കണി കാണാറ്. ഞങ്ങളെ വീട്ടിലൊന്നും കണിയും കാര്യങ്ങളൊന്നും വെക്കാറില്ല. ഇങ്ങനത്തെ കുറച്ച് മക്കൾ വരും കണിയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയാണ് എല്ലാ കൊല്ലവും കണി കണ്ട് എണീക്കാറുള്ളത്. പിന്നെ ഇതാ നേരെ ഉച്ചയ്ക്ക് ചോറിന് എല്ലാ സാധനവും ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പേരി, കൂട്ടുകറി, അവിയൽ, സാമ്പാർ, പപ്പടം. പിന്നെ ഞങ്ങൾ ഇവിടത്തേക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നോൺ വെജ് ഉണ്ടാവും കേട്ടോ. ഒന്നിക്ക് ബീഫായിരിക്കാം, അല്ലെങ്കിൽ ചിക്കൻ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും കേട്ടോ. അതിവിടെ പ്രത്യേകമാണ്. നാട്ടിലല്ല, ഇവിടെ ഈ നാട്ടുകാരൊരു പ്രത്യേകതയാണെന്ന് എനിക്കറിയില്ല. ഇങ്ങോട്ടേക്ക് നോൺ വെജ് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ബീഫ് ഫ്രൈ ആക്കിയിരുന്നു, ബീഫ് ചില്ലി പോലെ ആക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഇതാ പായസം ഉണ്ടായിരുന്നു. എല്ലാം അമ്മമ്മ കേട്ടോ കുക്ക് ചെയ്ത്. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോയായിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുൻഭാഗമാണിത്. അപ്പോൾ അവിടെ കുറച്ച് എന്താ പറയുക, കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. ചാമ്പക്ക, വെള്ള ചാമ്പക്ക ഉണ്ട്, ചുവപ്പ് ചാമ്പക്ക ഉണ്ട്, ചെറുനാരങ്ങ ഉണ്ട്, പിന്നെ കറിവേപ്പില, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വീശിച്ചു കൊണ്ടിരിക്കുക കേട്ടോ. കാരണം അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം വാടി തുടങ്ങിയിട്ടുണ്ട്. അല്ലാണ്ട് അമ്മ എന്നും നനച്ചൊക്കെ കൊടുക്കുന്നതായിരുന്നു. ഇപ്പോൾ എൻ്റെ വീട്ടിൽ അച്ഛൻ മാത്രമാണ് കേട്ടോ ഉള്ളത്. അമ്മേൻ്റെ വീട്ടിലാണ്. സർജറി കഴിഞ്ഞതിന് ശേഷം പിന്നെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു തോതിൽ വിഷുവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മാമൻ്റെ മോനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് പടകവും കാര്യങ്ങളൊക്കെ അവൻ്റെ അച്ഛൻ വാങ്ങിക്കൊടുത്തത് കൊണ്ട് അതും ഉണ്ടായിരുന്നു. അല്ലാണ്ട് വലിയൊരു ആഘോഷമോ കാര്യമോ പരിപാടിയോ ഒന്നും ഈ വർഷം ഇല്ലായിരുന്നു. പിന്നെ എന്താ പറയുക, ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ അല്ലെങ്കിൽ വിഷുവിന് അങ്ങനെ ഡ്രസ്സ് എടുക്കാറില്ല. ഓണത്തിനാണ് കാര്യമായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാറ്. അല്ലാണ്ട് ഞാൻ വിഷുവിന് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിലേക്കൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഈ വർഷം ഞാൻ അങ്ങനെയൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു പരിപാടിയായിരുന്നു. വലിയ തോതിൽ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതാ എനിക്ക് അവിടുന്ന് കുറച്ച് ചാമ്പക്കൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതിന് ആപ്പിൾ ചാമ്പക്ക എന്നൊക്കെയാണ് പറയാറ്, വെള്ള ചാമ്പക്കയ്ക്ക്. പിന്നെ എന്താ പറയുക, ചെറിയൊരു വിഷയമായിരുന്നു. അത്രയൊക്കെ തന്നെയാണ് വിശേഷവും കാര്യങ്ങളൊക്കെ പറയാൻ. ഞാൻ എന്താ പറയുക, വിഷുവിനായിട്ട് ഞാൻ എന്താ പറയുക, ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ നൈറ്റ് ആയപ്പോൾ മേലെ പോയി പൊട്ടിക്കുന്നതും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പൊട്ടിച്ച് നേരെ എൻ്റെ കാലിൻ്റെ ഉള്ളിലേക്കാണ് ഈ സാധനം പറന്ന് വന്നത്. ഞാൻ കൂക്കി ഓടിയതാണ്. പിന്നെ ഇതാ കുറച്ച് ഇളനീപ്പൂവും കാര്യങ്ങളൊക്കെ കത്തിച്ചായിരുന്നു. അപ്പം നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വിഷുവിൻ്റെ ആഘോഷവും കാര്യങ്ങളൊക്കെ ഇത്രത്തോളേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.